Hello children, welcome to Kids Area Online. ക്രിസ്മസ് എക്സാം അടുത്തു വരികയാണല്ലേ. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ എക്സാമിനായിട്ടുള്ളൂ. ടീച്ചർ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞോട്ടെ. കിഡ്സ് ഏരിയ ഓൺലൈൻ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് ഇപ്പോൾ നൽകുന്നുണ്ട്. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നത്. ട്യൂഷൻ അവൈലബിൾ ആണ്. 1 മുതൽ 4 വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ ഉണ്ട്. ട്യൂഷന് പുറമെയാണ് എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് മാത്രമായിട്ട് നൽകുന്നത്. ലൈവ് ക്ലാസ് ആയിട്ടും റെക്കോർഡഡ് ക്ലാസ്സസ് ആയിട്ടുണ്ട്. എക്സാം കഴിയുന്നത് വരെയാണ് എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് ഉള്ളത്. ട്യൂഷൻ അത് കഴിഞ്ഞും മുന്നോട്ടുണ്ടാകും. ഇപ്പോൾ ലൈവ് ക്ലാസ് വരുന്നത് 1ാം ക്ലാസ്സിന് 5 മണിക്കാണ്, 2ാം ക്ലാസ്സിന് 6 മണിക്കാണ്, 3ാം ക്ലാസ്സിന് 7 മണിക്കാണ്, 4ാം ക്ലാസ്സിന് 8 മണിക്കാണ്. ഇനി നിങ്ങൾക്ക് ഈ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല, റെക്കോർഡ് ക്ലാസ് മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. 6ാം തീയതി സ്റ്റാർട്ട് ചെയ്തതാണ്. എന്ന് ജോയിൻ ചെയ്താലും 6ാം തീയതി മുതലുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് റെക്കോർഡായിട്ട് അയച്ചു തരും. ഇനിയുള്ള ക്ലാസ്സുകൾ ലൈവായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. റെക്കോർഡഡ് ക്ലാസ് മാത്രം മതിയെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ലൈവ് ക്ലാസ് ആണെങ്കിലും റെക്കോർഡഡ് ക്ലാസ് ആണെങ്കിലും ഫീ വരുന്നത് 400 ആണ്. 400 രൂപയാണ് ഫീ വരുന്നത്. താല്പര്യമുള്ളവർക്ക് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ 9746487799. ഒരിക്കൽ കൂടി പറയാം, 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഏത് ക്ലാസ്സിൻ്റെ ആണോ ആവശ്യം, 1ാം ക്ലാസ് ആണോ, ഏത് ക്ലാസ്സിൻ്റെ ആണോ, റെക്കോർഡ് ക്ലാസ് ആണെങ്കിൽ അങ്ങനെ, ലൈവ് ക്ലാസ് ആണെങ്കിൽ അങ്ങനെ, ഏതാണോ ആവശ്യം അത് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഓക്കെ. ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. എല്ലാവർക്കും സുഖമാണോ? ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടോ? എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? എക്സാം ഒക്കെ അടുത്ത് വരികയാണ്. അപ്പോൾ എക്സാമിന് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ടീച്ചറിന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്നത്. മാത്സുമായിട്ട് ബന്ധപ്പെട്ടത്, മാത്സും മലയാളവും കൂടെ ചേർന്ന, മലയാളത്തിൽ നിങ്ങൾ പഠിച്ച ചില സസ്യങ്ങളുടെ പേരുകളും അതുപോലെ മാത്സിൽ പഠിച്ച ചില പ്രോബ്ലവും ചേർന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ്, ഒരു ആക്ടിവിറ്റിയാണ് ഇതിൽ ടീച്ചറിന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ടീച്ചർ ചോദ്യം വായിക്കാം, എല്ലാവരും ശ്രദ്ധിക്കാമോ? ചോദ്യം വായിക്കുകയാണ്. പ്രവർത്തനമാണ് ബാക്കി എത്ര, ബാക്കി എത്ര എന്ന് കണ്ടെത്തുന്ന പ്രവർത്തനമാണ്. സ്കൂളിൽ ഔഷധ സസ്യങ്ങൾ വിൽക്കാനായി കൊണ്ടുവന്നു. ഓരോ കുട്ടികളും ഔഷധ സസ്യങ്ങൾ വാങ്ങി. ഇനി അവരുടെ കയ്യിൽ എത്ര രൂപ ബാക്കിയുണ്ടാകും? അങ്ങനെ സ്കൂളിൽ ഔഷധ സസ്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോ കുട്ടികളുടെ കയ്യിലും കുറച്ച് രൂപയുണ്ട്. അവർ അവരുടെ കയ്യിലുള്ള രൂപ വെച്ചിട്ട് കുറച്ച് സസ്യങ്ങളൊക്കെ വാങ്ങിക്കുന്നു. ബാക്കി മിച്ചമായിട്ട് ആ കുട്ടികളുടെ കയ്യിൽ എത്ര രൂപയുണ്ട് എന്ന് കണ്ടെത്തുന്നതാണ് ഈ പ്രവർത്തനം. ബാക്കി എത്ര, സാധനം വാങ്ങിച്ചതിന് ശേഷം ബാക്കി കയ്യിൽ എത്രയുണ്ട് എന്നാണ് ഈ ഒരു പ്രവർത്തനത്തിലൂടെ കണ്ടെത്തുന്നത്. അപ്പൊ നമുക്ക് ചോദ്യം ഒന്ന് നോക്കാം, തന്നിട്ടുള്ള കാര്യങ്ങളൊന്ന് നോക്കാം. ഇത് തന്നിട്ടുള്ളതാണ്, ഇത്രയും തന്നിട്ടുള്ളതാണ്, ഇതും തന്നിട്ടുള്ളതാണ്, ചോദ്യത്തിൽ തന്നിട്ടുള്ളതാണ്. ഔഷധ സസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അരളി, അരളി ചെടി 39 രൂപയാണ്. അത്തി 46 രൂപയാണ്. കാട്ടുമഞ്ഞൾ 95 രൂപയാണ്. കറ്റാർ വാഴ 74 രൂപയാണ്. ആര്യവേപ്പ് 67 രൂപയാണ്. ഇത്രയുമാണ് ഔഷധ സസ്യങ്ങൾ സ്കൂളിൽ കൊണ്ടുവന്നത്. ഇതൊക്കെയാണ് അവയുടെ വിലകൾ, സസ്യങ്ങളുടെ വില ഇതൊക്കെയാണ്. ഇനി കുറച്ച് കുട്ടികളുടെ കയ്യിൽ രൂപയുണ്ടെന്ന് പറഞ്ഞല്ലോ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അമ്മുവിന്റെ കയ്യിൽ 120 രൂപയാണ് ഉള്ളത്. അനുവിന്റെ കയ്യിൽ 57 രൂപയുണ്ട്. മനുവിന്റെ കയ്യിൽ 90 രൂപയുണ്ട്. വിനുവിന്റെ കയ്യിൽ 45 രൂപയുണ്ട്. ലച്ചുവിന്റെ കയ്യിൽ 85 രൂപയും ഉണ്ട്. ഇനി അവർ വാങ്ങിയ സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് തന്നിട്ടുണ്ട്, നോക്കാം. അമ്മു വാങ്ങിയത് കാട്ടുമഞ്ഞളാണ്.
അനു വാങ്ങിയത് അത്തിയാണ്. മനു വാങ്ങിയത് ആര്യവേപ്പാണ്. വിനു വാങ്ങിയത് അരളിയാണ്. ലച്ചു വാങ്ങിയത് കറ്റാർ വാഴ എന്ന ഔഷധ സസ്യമാണ്. അപ്പോൾ ഓരോ ആൾക്കാരും ഓരോ സസ്യങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. സസ്യങ്ങളുടെ വിലയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ആ കുട്ടികളുടെ കയ്യിലുള്ള രൂപയാണ് ടേബിളിൽ തന്നിട്ടുള്ളത്. നമ്മുടെ ചോദ്യം ബാക്കി എത്ര? ഇവർ ഈ സാധനങ്ങൾ വാങ്ങിച്ചതിന് ശേഷം കയ്യിലുള്ള ബാക്കി എത്ര എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം. അമ്മുവിന്റെ കയ്യിൽ 120 രൂപയാണ് ഉള്ളത്. ആ 120 രൂപ കയ്യിലുള്ള അമ്മു എന്താ വാങ്ങിയത്? കാട്ടുമഞ്ഞളാണ് വാങ്ങിയത്. കാട്ടുമഞ്ഞൾ എത്ര രൂപയാണ്? 95 രൂപയാണ്. അപ്പോൾ അമ്മുവിന്റെ കയ്യിൽ 120 രൂപയുണ്ട്. 120 റുപ്പീസ് ഉണ്ട്. ആ 120 റുപ്പീസിൽ നിന്ന് കാട്ടുമഞ്ഞൾ വാങ്ങി. കാട്ടുമഞ്ഞൾ 95 രൂപയാണ്. 95 റുപ്പീസ് ആണ്. ബാക്കി അപ്പോ ആ കുട്ടിയുടെ കയ്യിൽ, അമ്മുവിന്റെ കയ്യിൽ എത്രയുണ്ട്? എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ആകെ 120 രൂപ ഉണ്ടായിരുന്നു. അതിൽ നിന്നും കാട്ടുമഞ്ഞൾ വാങ്ങാനായിട്ട് 95 രൂപ കൊടുത്തു. ബാക്കി എത്രയാണ്? എങ്ങനെ കണ്ടുപിടിക്കാം? 120ൽ നിന്ന് 95 സബ്ട്രാക്ട് ചെയ്യുക. 120ൽ നിന്നും 95 കുറയ്ക്കുക. ഒന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കാമോ? 120ൽ നിന്നും 95 ഒന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കിയാലോ? നമുക്ക് നോക്കാം. 120 മൈനസ് 95. 120ൽ നിന്ന് 95 കുറയ്ക്കുകയാണ്. 0ൽ നിന്ന് 5 കുറയ്ക്കാൻ കഴിയുമോ? 0ൽ നിന്ന് 5 കുറയ്ക്കാൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ട് തൊട്ടടുത്ത ആളുടെ ഹെൽപ്പ് ചോദിക്കുന്നു. 0 10 ആയിട്ട് മാറുന്നു. 2 1 ആയിട്ട് മാറുന്നു. 10ൽ നിന്ന് 5 കുറയ്ക്കാലോ? 10ൽ നിന്ന് 5 കുറയ്ക്കാലോ? 10ൽ നിന്ന് 5 കുറച്ചേ എത്രയാണ്? 5 ആണ് കിട്ടുന്നത്. 5. ഇനി നമുക്കുള്ളത് 1 ആണ്. 1ൽ നിന്ന് 9 കുറയ്ക്കാൻ കഴിയുമോ? 1ൽ നിന്ന് 9 കുറയ്ക്കാനായിട്ട് കഴിയുമോ? സബ്ട്രാക്ട് ചെയ്യാൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ട് തൊട്ടടുത്ത ആളുടെ സഹായം ചോദിക്കുന്നു. അങ്ങനെ 1 എന്തായിട്ട് മാറുന്നു? 11 ആയിട്ട് മാറുന്നു. 1 11 ആയിട്ട് മാറുന്നു. ഇവിടെ ഉണ്ടായിരുന്ന 1 0 ആയിട്ട് മാറുന്നു. ഓക്കെ. അപ്പൊ ഈ 11ൽ നിന്ന് 9 കുറയ്ക്കാലോ? 11ൽ നിന്ന് 9 കുറയ്ക്കാലോ? എത്രയാണ് കിട്ടുന്നത്? 11ൽ നിന്ന് 11ൽ നിന്ന് 9 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? ഉത്തരം ഒന്ന് നോക്കി പറഞ്ഞേ. എത്രയായിരിക്കാം? 11ൽ നിന്ന് 9 കുറയ്ക്കുമ്പോൾ, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 2 എന്ന ഉത്തരം കിട്ടിയോ? 2 ആണ് ശരി ഉത്തരം. 2 ആണ് ലഭിക്കുന്നത്. 11ൽ നിന്നും 9 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2 ആണ് ലഭിക്കുന്നത്. അപ്പോൾ ആൻസർ എത്രയാണ്? 25 ആണ് കിട്ടുന്നത്. അതായത് അമ്മുവിന്റെ കയ്യിൽ ഇനി ബാക്കിയുള്ളത് എത്ര രൂപയാണ്? 25 രൂപയാണ്. അമ്മുവിന്റെ കയ്യിൽ 120 രൂപ ഉണ്ടായിരുന്നു. പക്ഷേ 95 രൂപയ്ക്ക് കാട്ടുമഞ്ഞൾ വാങ്ങി. 95 രൂപയ്ക്ക് കാട്ടുമഞ്ഞൾ വാങ്ങി. ബാക്കി എത്ര രൂപയാണ് കയ്യിലുള്ളത്? 25. അപ്പോൾ 25 എന്ന് എഴുതുക. 25 റുപ്പീസ്. ഇവിടെ ബാക്കി എത്ര എന്നൊരു കോളം ഉണ്ട്. ആ കോളത്തിലാണ് ഇവിടെ ഈ ഒരു സ്പേസ് കൊടുത്തിട്ടുള്ള സ്ഥലം കൊടുത്തിട്ടുള്ളത്. അവിടെ ഇങ്ങനെ മൈനസ് ചെയ്ത് ഇങ്ങനെ തന്നെ സ്റ്റെപ്പ് എഴുതുക. 120ൽ നിന്ന് 95 കുറയ്ക്കുമ്പോഴാണ് ബാക്കി കിട്ടുന്നത് എന്നുള്ള രീതിയിൽ മൈനസ് ചെയ്യുന്ന സ്റ്റെപ്പും എഴുതുക. ആദ്യത്തെ ചോദ്യം മനസ്സിലായോ? ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കിയാലോ? രണ്ടാമതായിട്ടുള്ളത് ആരാണ്? അനുവാണ്. അനുവിന്റെ കയ്യിൽ 57 രൂപയാണ്. അനു വാങ്ങിയത് അത്തിയാണ്. അത്തി എത്ര രൂപയാണ്? 46 രൂപയാണ്. അത്തിയുടെ വില 46 രൂപയാണ്. അനുവിന്റെ കയ്യിൽ 57 രൂപയുണ്ട്. 46 രൂപ വരുന്ന അത്തിയും വാങ്ങിച്ചു. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 57ൽ നിന്ന് 46 കുറയ്ക്കുക. 57ൽ നിന്ന് 46 കുറയ്ക്കുക. എത്രയാണ് കിട്ടുന്നത്? നമുക്കൊന്ന് കുറച്ച് നോക്കിയാലോ? 57ൽ നിന്ന് 46 കുറയ്ക്കുക. 57ൽ നിന്ന്
46 കുറയ്ക്കുക. 7 നിന്ന് 6 കുറയ്ക്കുമ്പോൾ എത്രയാണ്? 7 നിന്ന് 6 കുറച്ചേ 1 2 3 4 5 6 എത്രയാണ് കിട്ടുന്നത്? 1 ആണ് കിട്ടുന്നത്. 7 നിന്ന് 6 കുറയ്ക്കുമ്പോൾ 1 ആണ് കിട്ടുന്നത്. 5 നിന്ന് 4 കുറച്ചാലോ? 5 നിന്നും 4 ഒന്ന് കുറച്ചേ 4 കുറച്ചു. എത്രയാണ് കിട്ടുന്നത്? 1 ആണ് കിട്ടുന്നത്. സോ ദി ആൻസർ ഈസ് 11 ആണ് കിട്ടുന്നത്. 11 ആണ് കിട്ടുന്നത്. അപ്പോൾ 57 രൂപ ഉണ്ടായിരുന്നു അനുവിന്. ഇപ്പോൾ ബാക്കി എത്ര രൂപയായി? 11 രൂപയായി. 11 rupees. എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ? ഇത് എങ്ങനെയാ വരുന്നതെന്ന് മനസ്സിലായോ? ഓക്കെ ആണോ? എങ്കിൽ നമുക്ക് അടുത്തത് നോക്കിയാലോ? അടുത്ത ആളുടേത് ബാക്കി എത്രയാണ് എന്നൊന്ന് കണ്ടുപിടിച്ചാലോ? അടുത്ത ചോദ്യം മനുവാണ്. മനുവിൻ്റെതാണ്. മനുവിന്റെ കയ്യിൽ 90 രൂപയുണ്ട്, 90 rupees ഉണ്ട്. ആര്യവേപ്പാണ് വാങ്ങിയത്. മനു എന്താ വാങ്ങിയത്? ആര്യവേപ്പാണ് വാങ്ങിയത്. ആര്യവേപ്പ് എത്ര രൂപയാണ്? 67. 67 രൂപയാണ് ആര്യവേപ്പിന്റെ വില. അപ്പോ ബാക്കി എത്രയാണ് മനുവിന്റെ കയ്യിൽ ഉള്ളത് എന്ന് കണ്ടുപിടിക്കാം. 90 രൂപയാണ് ഉണ്ടായിരുന്നത്. 90 rupees ആണ് മനുവിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. ബാക്കി എത്രയായി എന്ന് നമുക്കൊന്ന് കണ്ടുപിടിച്ചാലോ? നോക്കാം. മനുവിന്റെ കയ്യിൽ 90 രൂപയാണ്. 90 മൈനസ് ആര്യവേപ്പ് എത്ര രൂപയാണ്? 67 രൂപയാണ്. 67 മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 90-ൽ നിന്ന് 67 കുറച്ചാൽ എത്രയാണ് കിട്ടുന്നത്? നോക്കാം. 90 മൈനസ് 67. 0-ൽ നിന്ന് 7 കുറയ്ക്കാൻ കഴിയുമോ? ഇല്ല. 0-ൽ നിന്ന് 7 കുറയ്ക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഹെൽപ്പ് ചോദിക്കുന്നു. 0 10 ആയിട്ട് മാറുന്നു. 9 8 ആയിട്ട് മാറുന്നു. 10-ൽ നിന്ന് 7 കുറച്ചാൽ 10-ൽ നിന്ന് 7 ഒന്ന് കുറച്ച് എത്രയാണ് കിട്ടുന്നത്? 7 കുറച്ചോ? 1 2 3 4 5 6 7 7 കുറച്ചല്ലോ. ബാക്കി എത്രയുള്ളത്? ബാക്കി എത്രയുള്ളത്? 3 ആണുള്ളത്. 3 ആണുള്ളത്. 3. 8-ൽ നിന്നും 6 കുറച്ചാലോ? 8-ൽ നിന്ന് 6 കുറച്ചാലോ? 8 എടുത്തേ. 6 ഒന്ന് കുറച്ച് നോക്കിയേ. 1 2 3 4 5 6 എത്രയാ കിട്ടുന്നത്? 2 ആണ് കിട്ടുന്നത്. 2. അപ്പോൾ എത്രയാ ബാക്കിയുള്ളത്? മനുവിന്റെ കയ്യിൽ 90 രൂപ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബാക്കി എത്ര രൂപയാണുള്ളത്? 23. 23 rupees. 23 rupees. 23 rupees എങ്ങനെയാ കിട്ടിയെന്ന് മനസ്സിലായോ? മൈനസ് ചെയ്തപ്പോൾ എല്ലാവർക്കും ആൻസർ കിട്ടുന്നുണ്ടോ? അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തതായിട്ടുള്ളത് ബിനു ആണ്. ബിനുവിന്റെ കയ്യിൽ 45 രൂപയാണുള്ളത്. 45 rupees ഉണ്ട് ബിനുവിന്റെ കയ്യിൽ. ബിനു വാങ്ങിയത് അരളിയാണ്. അരളിയാണ് വാങ്ങിയത്. എത്ര രൂപയാണ് അരളി? 39 രൂപയാണ്. അപ്പോൾ ബിനുവിന് എത്ര രൂപയാണ് ബാക്കിയുള്ളതെന്ന് നമുക്ക് നോക്കിയാലോ? 45 മൈനസ് അരളിയുടെ വില 39. 39 ഒന്ന് മൈനസ് ചെയ്ത് നോക്കാമോ? 45 മൈനസ് 39 ഒന്ന് മൈനസ് ചെയ്ത് നോക്കാമോ? 5-ൽ നിന്ന് 9 കുറയ്ക്കാൻ കഴിയുമോ? ഇല്ല. 5-ൽ നിന്ന് 9 കുറയ്ക്കാൻ കഴിയില്ല. സോ ഹെൽപ്പ് ചോദിക്കുന്നു. 15 ആകുന്നു. 3 ആയി മാറുന്നു. 15-ൽ നിന്ന് 9 കുറയ്ക്കാൻ കഴിയുമോ? 15-ൽ നിന്ന് 9 കുറയ്ക്കാൻ കഴിയുമല്ലോ. എത്രയാ കിട്ടുന്നത്? 15-ൽ നിന്ന് 9-നെ കുറച്ചേ എത്രയാ കിട്ടുന്നത്? 15 മൈനസ് 9 എത്രയാ കിട്ടുന്നത്? 6 എന്ന ഉത്തരം കിട്ടിയോ? ഓക്കെ, ഇത് 6 ആണ് വരുന്നത്. ദെൻ 3-ൽ നിന്ന് 3 കുറച്ചാലോ? 3-ൽ നിന്ന് 3 കുറച്ചാൽ എത്രയാണ്? 0 ആണ് കിട്ടുന്നത്. അപ്പോൾ ആൻസർ എത്രയാണ്? 6 rupees. 6 rupees ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം എത്രയാണ്?
6 rupees ആണ്. ഇനി നമുക്ക് ഒരു ചോദ്യം കൂടിയാണ് അതിൽ ബാക്കിയുള്ളത്. ലച്ചുവിന്റെ ചോദ്യമാണ്. ലച്ചുവിന്റെ കയ്യിൽ 85 രൂപയുണ്ട്. കറ്റാർ വാഴയാണ് വാങ്ങിയത്. കറ്റാർ വാഴ എത്ര രൂപയാണ്? 74 രൂപയാണ്. അപ്പോൾ ടീച്ചർ അവസാനത്തെ ചോദ്യം നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരുന്നു. ഈ ഒരു ചോദ്യം ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഇത് എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ സബ്ട്രാക്ട് ചെയ്ത് ചെയ്യുക, മൈനസ് ചെയ്ത് ചെയ്യുക. എല്ലാവർക്കും ഈ ഒരു ചോദ്യം, അവസാനത്തെ ചോദ്യം ഹോംവർക്ക് ആയിട്ടൊന്ന് ചെയ്യാലോ, ആക്ടിവിറ്റി ആയിട്ടൊന്ന് ചെയ്യാലോ. ഒന്ന് ചെയ്തു നോക്കുക. ഉത്തരം എത്രയാണെന്ന് ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നമുക്ക് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ഇതുപോലുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സിൽ നോക്കുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേഗത്തിൽ തന്നെ ജോയിൻ ചെയ്തോളൂ. റെക്കോർഡ് ക്ലാസ് ആവശ്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈമിൽ നിങ്ങളുടെ കുട്ടികൾക്ക് അത് കാണിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9746487799. ഇനി നിങ്ങളുടെ കുട്ടികളെ ട്യൂഷനാണ് ചേർക്കാൻ ആഗ്രഹമെങ്കിൽ ട്യൂഷനായിട്ട് നിങ്ങൾക്ക് ചേർക്കാം. ഓക്കെ, children, bye-bye. Thank you.